So hello guys, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് ഇയർ മൈനർ കോഴ്സ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക് മീഡിയ എന്ന സബ്ജക്റ്റിലെ 4th യൂണിറ്റ് ആണ്. ഫങ്ഷൻസ് ആൻഡ് ഡിസ്ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസും ഡിസ്ഫങ്ഷൻസുമാണ്. സോ നമുക്കതിലെ മെയിൻ കണ്ടന്റിലേക്ക് പോകാം. Communication plays a central role in human interaction, organizational behavior, media systems, and social development. It serves several positive functions, but at the same time, it can create dysfunctions when misused, misunderstood, or distorted. അത് ചില സമയത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഫങ്ഷൻസ് നൽകുന്നുണ്ടെങ്കിലും അതേസമയം അത് കൃത്യമായിട്ട് ഉപയോഗിക്കാതിരുന്നാൽ അല്ലെങ്കിൽ മോശമായിട്ട് ഉപയോഗിച്ചാൽ, മിസ്യൂസ് ചെയ്താൽ, തെറ്റിദ്ധരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടാൽ അതൊക്കെ എന്ത് ചെയ്യാം, ഡിസ്ഫങ്ഷൻസിലേക്കാണ് നയിക്കുക. ഡിസ്ഫങ്ഷൻസ് അതും ക്രിയേറ്റ് ചെയ്യും. അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ഹെൽപ്സ് ലേണേഴ്സ് അനലൈസ്. രണ്ടും മനസ്സിലാക്കൽ, അതായത് ഫങ്ഷൻസും ഡിസ്ഫങ്ഷനും മനസ്സിലാക്കൽ ക്രിറ്റിക്കലി റിയലിസ്റ്റിക്കലി ചിന്തിക്കാൻ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അതിൻ്റെ ആളുകളെ കമ്മ്യൂണിക്കേറ്റേഴ്സിനെ അലോ ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഫങ്ഷൻസ് റെഫേഴ്സ് ടു ദ പർപ്പസസ് കമ്മ്യൂണിക്കേഷൻ സർവീസ് ആൻഡ് ദ പോസിറ്റീവ് ഔട്ട്കം ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റി. സമൂഹത്തിലും ഗ്രൂപ്പുകളിലും വ്യക്തികളിലും കമ്മ്യൂണിക്കേഷൻ നിർവഹിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഔട്ട്കമുകളും അതിൻ്റെ ലക്ഷ്യങ്ങളുമാണ് ഫങ്ഷൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷനെ അതിൻ്റെ ഫങ്ഷൻസിൻ്റെ ബേസിസിൽ 5ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ താഴെ കാണാം. ഒന്ന് ഇൻഫോർമേറ്റീവ് ഫംഗ്ഷനാണ്. എന്താണ് ഒന്ന് ഇൻഫോർമേറ്റീവ് ഫംഗ്ഷൻ? ദിസ് ഈസ് ദ മോസ്റ്റ് ബേസിക് ഫംഗ്ഷൻ. കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ, നോളജ് ആൻഡ് ഫാക്ട്സ്. അല്ല, ഇൻഫോർമേഷനും നോളജും ഫാക്ട്സും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷനും നോളജും ഫാക്ട്സും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം ടീച്ചേഴ്സ് എക്സ്പ്ലൈനിങ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ന്യൂസ് നെറ്റ്വർക്ക്സ് റിപ്പോർട്ടിംഗ് ഇവൻറ്റ്സ്, പിന്നെ വെതർ അപ്ഡേറ്റ്സ്, അതുപോലെ മാനുവൽസിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ മാനുവൽസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അത് അൺസർട്ടൈൻ ചെയ്യൽ, ഒരു കൃത്യതയില്ലായ്മ അത് ഒഴിവാക്കും. അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ എന്ത് ചെയ്തു, സ്മൂത്തായിട്ട് നിർവഹിക്കാനായിട്ട് എന്ത് ചെയ്യും, എല്ലാവരെയും സഹായിക്കും. ഇൻഡിവിജ്വൽസിനെയും ഓർഗനൈസേഷനെയും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ലേണിങ്ങും അവയർനെസ്സും എന്ത് ചെയ്യും, ഉറപ്പുവരുത്തും അല്ലേ. ഇനി രണ്ടാമത്തതാണ് ഇൻ്റഗ്രേറ്റീവ് അല്ലെങ്കിൽ സോഷ്യലൈസിങ് ഫംഗ്ഷൻ. കമ്മ്യൂണിക്കേഷൻ ബ്രിങ്സ് പീപ്പിൾ ടുഗദർ ആൻഡ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. ജനങ്ങളെല്ലാവരെയും എന്താണ് ഒരുമിച്ച് കൊണ്ടുവരുന്ന അതിന് കഴിവുള്ള സാധനമാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. സംസാരിച്ചാൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കാര്യങ്ങൾ കൂടുതലും ജനങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ബിൽഡ് റിലേഷൻഷിപ്സ്, സോഷ്യൽ ബോണ്ട്സ് ആൻഡ് കമ്മ്യൂണിറ്റി വാല്യൂസ്. അത് ബന്ധങ്ങൾ ഉണ്ടാക്കുകയും സോഷ്യൽ ബോണ്ട്സ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വാല്യൂസും ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അതിൻ്റെ മറ്റു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫാമിലി കോൺവെർസേഷൻസും അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഫാമിലി ഉണ്ടാകുന്ന സംഭാഷണങ്ങൾ, ഫെസ്റ്റിവൽ, കൾച്ചറൽ ഇവൻറ്റ്സ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോഷ്യൽ മീഡിയ, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്ക് പറയണമെന്ത്, അതൊരു യൂണിറ്റി ജനങ്ങൾക്കിടയിലും, യൂണിറ്റിയും അതുപോലെ തന്നെ ഒരു സഹകരണവും കോപ്പറേഷൻ ജനങ്ങൾക്കിടയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് അവരുടെ കൾച്ചർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ നോക്കൂ, മോട്ടിവേഷണൽ ഫംഗ്ഷൻ. കമ്മ്യൂണിക്കേഷൻ എൻകറേജസ് പീപ്പിൾ ടു ആക്ട് ഇൻ എ സർട്ടൻ വേ ഓർ അച്ചീവ് ഗോൾസ്. കമ്മ്യൂണിക്കേഷൻ ജനങ്ങളെ ലക്ഷ്യങ്ങൾ നേടാനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവരുടെ സ്വഭാവങ്ങൾ രൂപപ്പെടുത്താനും ആക്ട് ചെയ്യാനും എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം ലീഡേഴ്സ് അവരെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതുപോലെ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ ഇൻസ്പയർ ചെയ്യുന്നതുപോലെ, അതുപോലെ തന്നെ നല്ല കാര്യങ്ങളെ, നല്ല ഹാബിറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ക്യാമ്പയിനുകൾ പോലെ, അതേപോലെ തന്നെ ഓർഗനൈസേഷൻസിൽ, അതായത് ചില ഓർഗനൈസേഷൻസിൽ എന്ത് ചെയ്യുന്നു, നല്ല എൻകറേജിങ് മെസ്സേജസ് ഉണ്ടാകുന്നത് പോലെ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കും. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഗോൾസ് അല്ലെങ്കിൽ പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നാലാമത്തെ നോക്കൂ, റെഗുലേറ്ററി കൺട്രോൾ അല്ലെങ്കിൽ കൺട്രോൾ ഫംഗ്ഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ബിഹേവിയർ, എൻഫോഴ്സ് റൂൾസ് ആൻഡ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും അതുപോലെ തന്നെ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്നതിനുമൊക്കെ എന്താണ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ലോസ് ആൻഡ് ഗവൺമെൻറ് പോളിസീസ്, ലോകളും ഗവൺമെൻറ് പോളിസികളും, കമ്പനി റൂളുകൾ, അതുപോലെ തന്നെ കാസ്റ്റ് റൂമിൽ നമ്മൾ നടപ്പിലാക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, പാരൻ്റൽ ഗൈഡൻസ്, അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ഓർഡറും സേഫ്റ്റിയും എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ അല്ലെങ്കിൽ അത് കുറക്കുന്നു, പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. അതേപോലെ തന്നെ എന്താണ്, ഒരു സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യുന്നു, നേടിത്തരുന്നു അല്ലെങ്കിൽ അത് രൂപീകരിക്കുന്നു. ഇനി അഞ്ചാമതാണ് ഇമോഷണൽ അല്ലെങ്കിൽ എക്സ്പ്രസീവ് ഫംഗ്ഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ ഫീലിങ്സ്, ഇമോഷൻസും ആറ്റിറ്റ്യൂഡ്സും എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ. കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് എക്സ്പ്രസ് ഫീലിങ്സ്, ഇമോഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. എൻ്റെ എക്സാമ്പിളാണ് ഷെയറിങ് ഹാപ്പിനെസ് ഓർ സാഡ്നെസ്, സ്മൈലിംഗ്, ക്രൈയിങ്,
ആങ്കർ, പിന്നെ അതുപോലെ തന്നെ എക്സ്പ്രസീവ് ഗെസ്റ്റേഴ്സ്, നമ്മുടെ ഭാവങ്ങൾ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഭാവങ്ങൾ, ആംഗ്യങ്ങൾ എല്ലാം തന്നെ. പിന്നെ ഇമോഷണൽ സീൻസ് ഇൻ മീഡിയയിലെ ഇമോഷൻ സീൻസ്, അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതിന് ഇമ്പോർട്ടൻസ് നോക്കൂ. റിലീസസ് ഇമോഷണൽ പ്രഷർ, ഒരു ഇമോഷണൽ വൈകാരികമായിട്ടുള്ള ഒരു പ്രഷർ അത് റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു എമ്പതി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇനി 6ാമത്തെ ഫംഗ്ഷൻ നോക്കൂ. കമ്മ്യൂണിക്കേഷൻ കൾച്ചറൽ ഫംഗ്ഷൻ. കമ്മ്യൂണിക്കേഷൻ പ്രിസേർവ്സ്, പ്രൊമോട്ട്സ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് കൾച്ചറൽ വാല്യൂസ്, അല്ലെ കൾച്ചറൽ വാല്യൂസും നോംസും ട്രഡീഷൻസും എല്ലാം തന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണം ലിറ്ററേച്ചർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫിലിംസ്, റിച്വൽസ്, ഫെസ്റ്റിവൽസ്, അതുതന്നെ ഫോക്ക് സ്റ്റോറീസ് ആൻഡ് സോങ്സ്, റിലീജിയസ് പ്രാക്ടീസസ് എല്ലാം തന്നെ കൾച്ചറൽ ഫംഗ്ഷൻ ഉദാഹരണങ്ങളാണ്. എൻഷ്യൂർസ് കണ്ടിന്യൂറ്റി ഓഫ് കൾച്ചറിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ച, അതിൻ്റെ തുടർന്ന് മറ്റു ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു തുടർച്ചയെ എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയെ രൂപീകരിക്കുന്നു. അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി 7ാമത് നോക്കൂ. എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ. എന്താണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ്റെ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ടീച്ചിങ്ങിനും ലേണിങ്ങിനും പിന്നെ ഭൗതികമായിട്ടുള്ള പുരോഗമനത്തിനും എന്താവശ്യമാണ്? കമ്മ്യൂണിക്കേഷൻ എസെൻഷ്യലാണ്. ഉദാഹരണം ക്ലാസ് റൂം ലെക്ചറുകൾ, ഇ ലേണിംഗ് മൊഡ്യൂൾസുകൾ, അതേപോലെ തന്നെ അക്കാദമിക് ഡിസ്കഷൻസ് ആൻഡ് റിസർച്ച് ഡിസെമിനേഷൻ. റിസർച്ചിൻ്റെ പിന്നെ അന്വേഷണങ്ങൾ, അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അത് നോളജ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിറ്റിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേഴ്സണൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 8th ഫംഗ്ഷൻ നിങ്ങൾ നോക്കൂ. യൂസ് ടു ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ് ആൻഡ് ഡിസിഷൻസ്. തീരുമാനങ്ങളെയും അഭിപ്രായങ്ങളെയും അവരുടെ സ്വഭാവങ്ങളുടെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം അഡ്വർടൈസ്മെൻറ്റ്, പൊളിറ്റിക്കൽ സ്പീച്ചസ്, അവയർനെസ് ക്യാമ്പയിനുകൾ, ഒപ്പീനിയൻ ആർട്ടിക്കിൾസ് എല്ലാം തന്നെ അതിന് ഉദാഹരണങ്ങളാണ്. അതിന് ഇമ്പോർട്ടൻസ് നോക്കൂ. ഷേപ്സ് പബ്ലിക് ഒപ്പീനിയൻ, സപ്പോർട്ട് സോഷ്യൽ ചേഞ്ച്. പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ചേഞ്ചിനെ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ ചേഞ്ചിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഡിസ്ഫങ്ഷൻസിലേക്ക് നോക്കാം. എന്താണ് ഡിസ്ഫങ്ഷൻസ്? വൈൽ കമ്മ്യൂണിക്കേഷൻ ജനറലി എയ്ഡ്സ് പോസിറ്റീവ് ഇൻട്രാക്ഷൻ, ഇറ്റ് ഓൾസോ ക്രിയേറ്റ് നെഗറ്റീവ് ഔട്ട്കംസ്. ചില നെഗറ്റീവ് ഔട്ട്കംസും കമ്മ്യൂണിക്കേഷനിൽ നിന്ന് സംഭവിക്കാറുണ്ട്. വെൻ മെസ്സേജസ് ആർ ഡിസ്റ്റോർട്ടഡ്, അൺക്ലിയർ ആൻഡ് ഡെലിബറേറ്റ്ലി മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ മെസ്സേജുകൾ അൺക്ലിയർ ആണെങ്കിലോ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആണെങ്കിലോ ആണ് ഇത്തരം നെഗറ്റീവ് ഔട്ട്കംസ് സംഭവിക്കുക. ഈ നെഗറ്റീവ് ഔട്ട്കംസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ചില ഡിസ്ഫങ്ഷൻസിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ഒന്നാമത്തത് മിസ്കമ്മ്യൂണിക്കേഷൻ. ഒക്കേഴ്സ് when the message is misunderstood because of മെസ്സേജ്, നമ്മൾ കൊടുക്കുന്ന സന്ദേശത്തെ അത് തെറ്റിദ്ധരിക്കപ്പെട്ട് അതിനെ കൃത്യതയല്ലാത്ത രീതിയിൽ ആളുകൾ കൺസീവ് ചെയ്യുമ്പോൾ, മനസ്സിലാക്കുമ്പോഴാണ് മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത്. അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? പൂവറായിട്ടുള്ള എൻകോഡിംഗ് കൊണ്ടായിരിക്കാം. പിന്നെ ആംബിഗസ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് ജനിപ്പിക്കുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. കൾച്ചറൽ ഡിഫറൻസസ് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇംപ്രോപ്പർ ചാനൽ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ എഫക്ട്സ് ആണ്. അത് പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കും. മിസ്റ്റേക്ക് ഇൻ വർക്കിൽ ചില മിസ്റ്റേക്കുകളൊക്കെ വരുത്തും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ അത് തകർക്കും. 2ാമത്തെ കമന്റ് നോക്കൂ. information overload. When too much information is communicated, people cannot process it. ഒരുപാട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഉദാഹരണങ്ങളാണ് ഒരുപാട് ഇമെയിലുകൾ, അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ മെസ്സേജുകൾ, പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ. അതിൻ്റെയൊക്കെ എഫക്ട്സ് ആണ്. ഒന്ന് സ്ട്രെസ് കൂട്ടും, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഒന്നല്ല, സ്ട്രെസ് കൂട്ടും. അതുപോലെ തന്നെ പുവർ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പുവർ ഡിസിഷൻസിലേക്കായിരിക്കും അത് കൊണ്ടെത്തുക. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും? റിഡ്യൂസ് ചെയ്യും. ഇനി 3ാമത്തെ പ്രശ്നങ്ങൾ നോക്കൂ. 3ാമത്തെ ഡിസ്ഫങ്ഷൻ നോക്കൂ. റൂമേഴ്സും ഗോസിപ്പുകളും. റൂമേഴ്സും ഗോസിപ്പുകളും. അൺവെരിഫൈഡ് ഓർ ഫാൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ്സ് ക്വിക്ക്ലി ത്രൂ ഇൻഫോർമൽ ചാനൽസ്. ഇൻഫോർമൽ ആയിട്ടുള്ള ചാനലുകളിലൂടെ, അതായത് ഒരു കൺട്രോളൊന്നുമില്ലാത്ത ചില സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത് നമുക്ക് കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഫോർമൽ ചാനൽസിലൂടെ പെട്ടെന്ന് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ അൺവെരിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇഫക്റ്റുകൾ നോക്കൂ. ഡാമേജ് റെപ്യൂട്ടേഷൻ. ചില ആളുകളുടെ റെപ്യൂട്ടേഷൻ, അഭിമാനത്തെ തന്നെ എന്ത് ചെയ്യുന്നു? അത് ഡാമേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ വർക്ക് പ്ലേസിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നു, ഫോം ഒക്കെ ഉണ്ടാകുന്നു, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാനിക്കും കൺഫ്യൂഷനും, സമൂഹത്തിൽ പാനിക്കും കൺഫ്യൂഷനും അത് ക്രിയേറ്റ് ചെയ്യും. 4ാമത്തെ നോക്കൂ. മാനിപ്പുലേഷൻ ആൻഡ് പ്രൊപ്പഗണ്ട. കമ്മ്യൂണിക്കേഷൻ യൂസ് ടു ഡെലിബറേറ്റ്ലി മിസ്ലീഡ് ഓർ ഇൻഫ്ലുവൻസ് പീപ്പിൾ അൺഫെയർലി. ജനങ്ങളെ നീതിയുക്തമല്ലാത്ത, അതായത് അനീതിപരമായിട്ട് എന്ത് ചെയ്യും? ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മിസ്ലീഡ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് ഫേക്ക് ന്യൂസുകൾ, പിന്നെ ബയാസ് ചെയ്യപ്പെട്ട മീഡിയകൾ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻ്റ് എല്ലാം. അതിൻ്റെ എഫക്ട്സ് നോക്കൂ. മിസ്ഗൈഡഡ് ഡിസിഷൻസ്. അതിന് കൃത്യമായിട്ട് ലക്ഷ്യമില്ലാത്ത ഒരു
ഡിസിഷൻസിലേക്ക് അത് നയിക്കുന്നു. സോഷ്യൽ ഡിവിഷനിലല്ലേ സ്ട്രാറ്റിഫിക്കേഷൻ, സമൂഹത്തിലെ ആളുകളെ എന്താണ് ഡിവിഷനാക്കി കാണുക എന്നതിലേക്ക് അത് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിലേക്ക് അത് നയിക്കുന്നുണ്ട്. അഞ്ചാമത്തെ നോക്കൂ, ബാരിയേഴ്സ് ഓൺ നോയ്സ്, ഇന്റർഫറൻസ് ദാറ്റ് ഡിസ്റ്റോർട്ട് കമ്മ്യൂണിക്കേഷനെ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ബാരിയേഴ്സിനെയാണ് എന്ത് പറയുക, നോയ്സ് എന്നോ ബാരിയേഴ്സ് എന്ന് പറയാം. ഫിസിക്കൽ നോയ്സ് ഉണ്ടാവും, സൈക്കോളജിക്കൽ നോയ്സ് ഉണ്ടാവും, സെമാറ്റിക് നോയ്സ് ഉണ്ടാവും, കൾച്ചറൽ നോയ്സ് ഉണ്ടാവും. അതിൻ്റെ എഫക്ട്സ് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. ഇനി കോൺഫ്ലിക്റ്റ് ജനറേഷൻ പ്ലസ് പ്രശ്നങ്ങൾ, അത് ഡിസ്ഫങ്ഷൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ പ്രശ്നങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. വെൻ കമ്മ്യൂണിക്കേഷൻ ഇസ് ഹാർഷ് ആണെങ്കിലും ഇൻസെൻസിറ്റീവ് ആണെങ്കിലും അതുപോലെ തന്നെ പോർലി ടൈംഡ് ആണെങ്കിലും ഇറ്റ് ക്രിയേറ്റ്സ് കോൺഫ്ലിക്റ്റ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് എക്സാമ്പിളാണ് നെഗറ്റീവ് ടോൺ. ഒരു നല്ല കാര്യം പറയുന്നത് നെഗറ്റീവ് ടോണിലാണെങ്കിൽ അത് പ്രശ്നമാണ്. അതേപോലെ തന്നെ ക്രിറ്റിസിസം ഉണ്ടാക്കുന്നു. മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ഇമോഷൻസ്, ഒരാൾ ഭയങ്കര സന്തോഷത്തിൽ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം വളരെ ഗ്ലൂമി ആയിട്ടുള്ള ഒരു ടോണിൽ പറഞ്ഞാൽ അത് ഇമോഷൻസിനെ തെറ്റിദ്ധരിക്കാൻ കാരണമുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഹൗ ആർ ഡൂയിങ് അല്ലെങ്കിൽ ഡു യു ഹാവ് 5 minutes എന്ന് സന്തോഷത്തിൽ ചോദിക്കുന്നത് ചിലപ്പോൾ ഒരാൾ സന്തോഷത്തിൽ 2x കേൾക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. പക്ഷേ 1+ ആൾ 1x സ്പീഡിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് സങ്കടത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അത് റിലേഷൻഷിപ്പ് തകർക്കുന്നുണ്ട്. അതുപോലെ വർക്ക് പ്ലേസിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സും ടെൻഷനും കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി 7ാമത്തെ നോക്കൂ, വിത്ത് ഹോൾഡിങ് ഇൻഫർമേഷൻ വെൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഈസ് ഹിഡൻ. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പല കാരണങ്ങൾ കൊണ്ട് ഹിഡൻ ആക്കി വിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, എംപ്ലോയീസ് നോട്ട് ഗിവൺ ഫുൾ ഇൻസ്ട്രക്ഷൻസ്, എംപ്ലോയീസിന് കൃത്യമായിട്ട് മുഴുവനായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഫാക്ട്സുകൾ മറച്ചുവെക്കുന്ന ഗവൺമെൻറ് ഉണ്ടാകുന്നു. മാനിപ്പുലേറ്റഡ് ന്യൂസുകൾ ഉണ്ടാകുന്നു. അതിൻ്റെ എഫക്റ്റുകളാണ് ഡിസ്ട്രസ്റ്റ്, അതേപോലെ തന്നെ വിശ്വാസമില്ലായ്മ, തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കൽ, അതുപോലെ തന്നെ ടീം വർക്കിനെ തകർക്കൽ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.